ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ദിവസം പിലാത്തോസിൻ്റെ ഭാര്യയായ ക്ലൗദിയ കർത്താവിൻ്റെ വിചാരണവേളയിൽ എങ്ങനെയാണ് ഇടപെട്ടത് എന്ന് നമ്മൾ കണ്ടു. താൻ പ്രതീക്ഷിക്കാത്തിടത്ത്, താൻ വരാൻ പാടില്ലാത്തിടത്ത് ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളാനായിട്ട് അവൾ തയ്യാറാവുകയാണ്. അതേസമയം ഇന്ന് നമ്മൾ കാണുന്നത് അന്നാസിനെയാണ്. പ്രധാന പുരോഹിതനായി കുറേ കാലം അദ്ദേഹം ശുശ്രൂഷ ചെയ്തു. അതിനുശേഷം അദ്ദേഹം പിൻവാങ്ങേണ്ടതായിരുന്നു. പക്ഷേ തൻ്റെ മരുമകനെ പ്രധാന പുരോഹിതനാക്കി ജനത്തെ സ്വാധീനിക്കുന്ന ഒരു നേതാവായിട്ട് അദ്ദേഹം തുടരുകയാണ്. ഈശോയെ വിചാരണ ചെയ്യാനായിട്ട് ഏറ്റവും ആദ്യം കൊണ്ടുചെല്ലുന്നത് അന്നാസിൻ്റെ അടുത്തേക്കാണ്. താൻ ജോലിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ കർത്താവിനെ കുറ്റം വിധിക്കുന്നതിൽ നിന്ന് അന്നാസിന് മാറി നിൽക്കാമായിരുന്നു. പക്ഷേ ജനങ്ങളെ സ്വാധീനിക്കണം, അവരെ നിയന്ത്രിക്കണം, തൻ്റെ കയ്യിൽ ഇനിയും അധികാരം വേണമെന്നുള്ള ചിന്ത അന്നാസിനെ ക്രിസ്തുവിൽ കുറ്റം ആരോപിക്കുന്ന വ്യക്തിയാക്കി മാറ്റുകയാണ്. തെറ്റായ കുറ്റാരോപണങ്ങളിലൂടെ ക്രിസ്തുവിനെ മരണത്തിന് വിധിക്കുവാനായിട്ട് അന്നാസ് വലിയ പങ്കുവഹിക്കുന്നുണ്ട്. ഈ നോമ്പുകാലം ചില അധികാരങ്ങളിൽ നിന്ന്, ചില ശക്തിപ്രകടനങ്ങളിൽ നിന്ന്, ചില കസേരകളിൽ നിന്ന് നമ്മൾ പിന്മാറേണ്ടിയിരിക്കുന്നു എന്ന് അന്നാസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ചില അധികാര കൊതികളും ജനങ്ങളെ സ്വാധീനിക്കാനുള്ള നമ്മുടെ ആഗ്രഹങ്ങളുമെല്ലാം വലിയ തിന്മകളിലേക്ക്, നിരപരാധികളെ കുറ്റം ചുമത്തുന്ന മോശമായ അവസ്ഥകളിലേക്കൊക്കെ കൊണ്ടുചെല്ലുമെന്ന് അന്നാസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ നോമ്പുകാലത്ത് നമുക്കെടുക്കാൻ ഒരു തീരുമാനമുണ്ട്. അന്നാസിനെ മുമ്പിൽ കണ്ടുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കപ്പെടാത്ത, ക്ഷണിക്കപ്പെടാത്ത, സംസാരിക്കാൻ അവകാശമില്ലാത്ത ഇടങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മാറി നിൽക്കാം, നമുക്ക് നിശബ്ദത പാലിക്കാം. അതുവഴി നിരപരാധികളെ തെറ്റായി വിധിക്കുന്നതിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാം. ഈശോമിശിഹായെ ഞങ്ങളങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു.